ഞാനൊരു നേഴ്സാണ്. ഞാൻ 8 വർഷമായിട്ട് സൗദി ജോലി ചെയ്യുമായിരുന്നു. ഞാൻ അമ്മ മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത് അധികവും എൻ്റെ അക്രൈസ്തവയായ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ്. ശ്രീ എന്നാണ് അവളുടെ പേര്. അപ്പോൾ ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് മൊബൈലിലൊക്കെ യൂട്യൂബിലൊക്കെ ധ്യാനങ്ങളൊക്കെ കൂടും. അച്ഛൻ്റെ ധ്യാനം കാണാറുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. അവിടെ ഇരുന്നൊരു ആഗ്രഹം തോന്നിയിരുന്നു അമ്മയുടെ അടുത്ത് എന്തെങ്കിലും ഒന്ന് വരണമെന്ന്. ഒരു തവണ ഞാനിവിടെ വന്നിട്ടുണ്ട്. എന്തിനോ ഇതിലൂടെ പാസ് ചെയ്ത് പോയപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഇവിടെ ഒന്ന് കയറി. അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു, എൻ്റെ മാതാവ് എൻ്റെ കൊച്ചിനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റണം, എൻ്റെ ഹസ്ബൻഡിന് അവിടെ ഒരു ജോലി കിട്ടണമെന്ന്. ഞാൻ പറഞ്ഞിട്ട് പോയ കാര്യം അമ്മ എനിക്ക് സാധിച്ചു തന്നു. ഉടമ്പടി പോലും എടുക്കാതെ അന്ന് എൻ്റെ ഹസ്ബൻഡിന് സൗദിയിൽ ജോലി കിട്ടി. അങ്ങനെ ഇരിക്കെ ഞാൻ ന്യൂസിലൻഡ് പോകാം എന്നൊരു ഡിസിഷൻ എടുത്തു, മക്കളെയും കൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ന്യൂസിലൻഡ് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം ജൂൺ 17-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ന്യൂസിലൻഡിന് പോകുന്നതിന് മുമ്പേ എനിക്കറിയാമായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര ക്രൈസിസ് ആണെന്നും ആർക്കും ജോലി കിട്ടുന്നില്ല. അന്ന് ചെറുതായിട്ടൊരു അഹങ്കാരം എനിക്ക് തോന്നി. അന്ന് എനിക്ക് 12 വർഷത്തെ ഓപ്പറേഷൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. കൂട്ടുകാർ പറഞ്ഞു, ഏജൻസിക്കാരൊക്കെ പറഞ്ഞു, നിനക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. അവിടെ ചെന്നു ക്യാപ് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഒരുപാട് ജോലിക്ക് ട്രൈ ചെയ്തു. 4 മാസത്തോളം ഞാൻ അവിടെ നിന്ന് ജോലിക്ക് അപ്ലൈ ചെയ്തു. എല്ലാ റിജക്ഷൻ. എന്നാലും ഞാൻ ഉറച്ചു വിശ്വസിച്ചു, ഞാൻ ഉടമ്പടിയിലല്ലേ, എൻ്റെ മാതാവ് എന്നെ അങ്ങനെ കൈവിടില്ല. അങ്ങനെ ഞാൻ വെറുതെ ഫേസ്ബുക്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു ഓസ്ട്രേലിയയ്ക്ക്. ഞാനത് വെറുതെ അപ്ലൈ ചെയ്തു. ജസ്റ്റ് CV മാത്രം ഞാൻ സെൻഡ് ചെയ്തേ ഉള്ളൂ. മാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് അവർ സെലക്ട് ചെയ്തു. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം നാവിൽ തേച്ച് കമ്പ്യൂട്ടറിൽ തേച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഈ ഉടമ്പടി കാശ് രൂപം കൈപ്പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യം അവരൊന്നും പറഞ്ഞില്ല. അവരെന്താ എൻ്റെ ഡിമാൻഡ് എന്നൊക്കെ ചോദിച്ചു. ഓഗസ്റ്റ് 19-ാം തീയതി ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് പോരുന്നതിന് മുൻ ഓഫർ ലെറ്റർ അയച്ചു തന്നു. കാരണം എൻ്റെ കൂട്ടത്തിൽ 130 പേര് ക്യാപ് കോഴ്സ് ചെയ്യാൻ പോയിട്ട് 100 പേരോളം അവിടുന്ന് ജോലി ഇല്ലാണ്ട് ഒരുപാട് വിഷമിച്ച് തിരിച്ചു പോന്നു. കാരണം ആർക്കും തന്നെ ജോലി കിട്ടിയില്ല. ന്യൂസിലൻഡിലെ സിറ്റുവേഷൻ അത്, അവിടെ ക്രൈസിസാണ്, ഫൈനാൻഷ്യൽ പ്രോബ്ലമാണ്. പക്ഷേ എൻ്റെ അമ്മ അവിടെ നിന്ന് എന്നെ വെറും കൈയോടെ കഴിഞ്ഞയച്ചില്ല.